ആ ജേർണലിസത്തിന് വലിയൊരു കോട്ടം തെറ്റിക്കുന്ന ഈ രീതി വ്യക്തിപരമായിട്ട് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നല്ല. ഇനിയും മാറാൻ സമയമുണ്ട്. പൊതുജനത്തിന് ആവശ്യം എൻ്റർടൈൻമെൻ്റ് അല്ല, അത് സിനിമയുണ്ട്. രാഷ്ട്രീയവും മാധ്യമവും ഒരു കോയിൻ്റെ രണ്ട് സൈഡുകളാണ്. രാജ്യം ഭരിക്കുന്ന ആളുകളാണ് രാഷ്ട്രീയക്കാർ. അതിൻ്റെ പോരായ്മകളും മറ്റു കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി ചൂണ്ടിക്കാണിക്കുന്ന സംവിധാനമാണ് മാധ്യമം. അത് വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത്തരത്തിൽ ഒരു സീരിയസ്നെസ് ഇപ്പോഴുള്ള ജേർണലിസ്റ്റുകൾക്ക് നഷ്ടപ്പെട്ടു എന്നെനിക്ക് തോന്നാറുണ്ട്. ഇത്തരം ഒരു രീതി ഒരു മാറ്റിയെടുക്കേണ്ടതാണ്. ആളുകളുടെ ടേസ്റ്റ് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആളുകളുടെ ടേസ്റ്റ് മാറിയിട്ടുണ്ട്, പക്ഷേ ജേർണലിസ്റ്റുകളുടെ ടേസ്റ്റ് അങ്ങനെ മാറേണ്ട കാര്യമില്ല. ഒരുപാട് ഇന്നോവേഷൻ ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫ്രെയിം അല്ല ജേർണലിസ്റ്റിൻ്റെ ഫ്രെയിം. ജേർണലിസ്റ്റിൻ്റെ ഫ്രെയിം എന്താണ്? വസ്തുതകൾ ചൂണ്ടിക്കാണിച്ച് വാർത്തകൾ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ജനങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന സാഹചര്യം വന്നാൽ അത് വാർത്തകളിലൂടെ ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്തം. ഇത്രയേ ഉള്ളൂ ജേർണലിസം, അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റ് ചെയ്യേണ്ട കടമ. അല്ലാതെ ഇപ്പോൾ നയൻതാരയാവാനും അല്ലെങ്കിൽ എന്താണ് മഞ്ജു വാര്യർ ആവാനൊക്കെ എന്തിനാണ് അതിന് തുനിയുന്നത്? ജനം അതല്ല ആഗ്രഹിക്കുന്നത്. ജനം ഒരു വാർത്താ ചാനലിലൂടെ കാണാൻ ആഗ്രഹിക്കുന്ന, അവരെ ബന്ധപ്പെടുത്തി നിൽക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് അറിയാനാണ്. ഇന്ന് വരുന്ന തലമുറയ്ക്ക് അതെന്താണെന്ന് അറിയുന്നില്ല. സിനിമ കാണുന്ന അതേ ലാഘവത്തോട് കൂടിയിട്ട് വാർത്താ ചാനൽ കാണുന്ന സാഹചര്യം വളരെ അപകടകരമാണ്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റിനെയും വാർത്താ ചാനലിനെയും വേർതിരിച്ച് രൂപപ്പെടുത്തിയെടുക്കേണ്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്വം നിലവിലെ ഡിപ്രസ്ഡ് ആയിട്ട്, ഇപ്പോൾ ഞാൻ ആ വേർഡ് ഉപയോഗിക്കും, മാറി നിൽക്കുന്ന ജേർണലിസ്റ്റുകൾക്കും ഞങ്ങളിപ്പോൾ ഉള്ളവർക്കും ഉണ്ട് എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്.